വളരെയധികം കഷ്ടപ്പെട്ട് ഇന്ന് മുൻനിര നടന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജോജു ജോർജിൻ്റെ കരിയർ മലയാളവും കടന്ന് ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന സമയമാണിത്. പണി എന്ന കിടിലൻ മൂവിയിലൂടെ സംവിധാന രംഗത്തും തൻ്റെ കയ്യൊപ്പ് ചാർത്താൻ ജോജുവിന് കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക് സുബ്ബരാജിൻ്റെ ജഗമേ തന്തിരം എന്ന ചിത്രത്തിലൂടെ ജോജു തമിഴിലും അരങ്ങേറിക്കഴിഞ്ഞു. കാർത്തിക്കിൻ്റെ തന്നെ സൂര്യ മൂവി റെട്രോയിലും ജോജു ഇടം പിടിച്ചു. സൂര്യയുടെ റെട്രോ മൂവിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ ജോജു രസകരമായ ഒരു കാര്യം പറയുകയുണ്ടായി. സൂര്യയെപ്പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു കിടിലൻ മനുഷ്യനാണ്. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അയാളുടെ ഭംഗി മാത്രം കണ്ടിട്ടല്ലല്ലോ, അയാളുടെ സ്വഭാവവും പിന്നെ അയാൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ നോക്കിയിട്ടല്ലേ. അത്തരം നല്ല സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് അയാളെ ഒരാഴ്ച കൊണ്ട് മടുക്കും എന്ന് ജോജു പറഞ്ഞു. സൂര്യയെപ്പറ്റി ഓരോ കാര്യങ്ങൾ അറിയും തോറും അദ്ദേഹത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരികയാണെന്നും ഇത്രയും ആളുകളുടെ സ്നേഹം സൂര്യ അർഹിക്കുന്നതാണെന്നും ജോജു പറഞ്ഞു. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായും സൂര്യയ്ക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്താനേ എന്നും ജോജു പറഞ്ഞു വെച്ചു. ജോജു സിനിമ പ്രൊമോഷൻ പരിപാടിക്കിടെ തൻ്റെ സൂര്യയോടുള്ള ആരാധന വ്യക്തമാക്കിയെങ്കിലും സൂര്യ എന്ന നടൻ ആ പറഞ്ഞതിനും മുകളിലാണ് എന്നാണ് GPS മീഡിയയുടെ അഭിപ്രായം. കാരണം ഇന്ന് വരെ ഒരാളെ കൊണ്ടും ഒരു നെഗറ്റീവ് അഭിപ്രായം സൂര്യ ഉണ്ടാക്കിയിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി അഗരം ഫൗണ്ടേഷൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന വ്യക്തി കൂടിയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അഗരത്തിലൂടെ എഞ്ചിനീയറും ഡോക്ടറുമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ തന്നെ മാറ്റാൻ കഴിവുള്ള ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. അത് തിരിച്ചറിഞ്ഞ് അതുതന്നെ തുടങ്ങാൻ കാണിച്ച സൂര്യയുടെ ബുദ്ധിയും ആത്മാർത്ഥതയും ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഡാൻസ് അറിയില്ല, ഫൈറ്റ് അറിയില്ല, ഫ്രെയിമിൽ എങ്ങനെ നടക്കണം എന്ന് പോലും അറിയില്ല, എന്തിനേറെ പറയുന്നു ഒരു ക്ലോസപ്പ് ഷോട്ടിൽ എങ്ങനെ ചിരിക്കണം എന്ന് പോലും അറിയില്ല. ഇവനോ നടൻ എന്ന് പുച്ഛിച്ച സ്ഥലത്ത് നിന്നും സൂര്യ ഉയർന്നു സൂര്യനോളം. ചവറ് പോലെ പടം ചെയ്ത് കാശുണ്ടാക്കാൻ നിൽക്കാതെ കൃത്യമായ ലക്ഷ്യത്തോടെ അയാൾ സെലക്റ്റീവായി മുന്നേറി. പിന്നീട് അയാളുടെ യുഗം ആരംഭിക്കുകയായി. കമൽ സാറിനൊപ്പം അഭിനയിക്കണോ എന്ന അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത മോഹം വിക്രം എന്ന ചിത്രത്തിലെ റോളക്സ് എന്ന കൊടും വില്ലൻ വേഷം പോലും സൂര്യ ചെയ്യാൻ തയ്യാറായി. അവസാന 5 മിനിറ്റിൽ സൂര്യ എത്തിയതോടെ കമൽ പോലും നിഷ്പ്രഭനായി മാറിയത് കാലം അടിവരയിട്ട് വെച്ചു കഴിഞ്ഞു. കൂടുതലായി ഒന്നും സൂര്യയെക്കുറിച്ച് പറയുന്നില്ല, പറഞ്ഞാൽ അത് അവസാനിക്കുകയുമില്ല. ഇത്തരം ഒരു പ്രതിഭയ്ക്ക് പ്രണയലേഖനം കൊടുക്കുവാൻ ജോജു ജോർജ് മാത്രമല്ല 1000 ആരാധകർ കാത്തു നിൽക്കുകയാണെന്നാണ് GPS മീഡിയയുടെ അഭിപ്രായം. സൂര്യയ്ക്കും നമ്മുടെ അഭിമാനമായ ജോജു ജോർജുവിനും ഇനിയും യശസ് വാനോളം ഉയരട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും ആഗ്രഹിച്ചുകൊള്ളുന്നു.